നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടെ ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നത്. നിയമസഭാ കക്ഷി നേതാവായി വി മുരളീധരനെ തെരഞ്ഞെടുത്ത കാര്യം യോഗത്തിൽ അവതരിപ്പിക്കും. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലം ശ്രദ്ധിച്ചാൽ പോരാ എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ഔദ്യോഗിക വിഭാഗത്തിനെതിരെ ആരോപണവുമായി കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. എം ജി പ്രതീഷാണ് ചേരുന്നത് നമുക്കൊപ്പം. പ്രതീഷ്, അപ്പോൾ കഴക്കൂട്ടവും നേമവും ചാത്തന്നൂരും വിജയിച്ചു, പക്ഷേ പ്രതീക്ഷിച്ച മഞ്ചേശ്വരം, പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തു. ഒപ്പം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി, ഉദ്ദേശിച്ചതുപോലെയുള്ള വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സാധിച്ചില്ല. ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിലും സമാനമായ പാർട്ടിക്കുള്ളിൽ പരസ്പരം ഏറ്റുമുട്ടൽ, വിമർശനമൊക്കെ ഉണ്ടാകുമോ? ഷിഹാസ്, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് BJP-യിൽ നിർണായകമായ യോഗങ്ങൾ ചേരുന്നത്. ഇന്നലെ BJP കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. മുതിർന്ന നേതാക്കൾക്കെതിരെ വലിയ വിമർശനമാണ് ഇന്നലെ യോഗത്തിൽ ഉണ്ടായിരുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം നേതാക്കൾ മണ്ഡലത്തിലേക്ക് പോകുന്നു എന്നുള്ള വിമർശനം BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഉന്നയിച്ചത്. പ്രധാനമായും കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും ആയിരുന്നു അത്തരത്തിൽ വിമർശനമായി പറഞ്ഞത്. ഈ ചാത്തന്നൂരും കഴക്കൂട്ടവും വിജയിച്ചത് ഈ മണ്ഡലത്തിൽ നേതാക്കൾ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലം ശ്രദ്ധിച്ചവർക്ക് വിജയമുണ്ടായി എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സഭയ്ക്കെതിരായിട്ടുള്ള ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും പരാമർശങ്ങളൊക്കെ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് സംസ്ഥാന ഭാരവാഹി യോഗം ചേരുന്നത്. ഭാരവാഹി യോഗത്തിലും വിമർശനം ഉണ്ടാകും. ഒപ്പം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിശകലനങ്ങൾ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ചർച്ചയാകും. ഈ നിയമസഭാ കക്ഷി നേതാവായി വി മുരളീധരനെയാണ് സജീവമായി പരിഗണിക്കുന്നത്. വി മുരളീധരൻ നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള പ്രഖ്യാപനം ഇന്ന് നടത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നേതൃത്വത്തിൽ വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം നിലവിൽ സംസ്ഥാന അധ്യക്ഷന്റെ പദവി കൂടി വഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കുന്നത്. അക്കാര്യത്തിലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും.